യഥാർത്ഥത്തിൽ നമ്മൾ പഴയ കാലത്തെ സൈനിക ശക്തിയുടെ താരതമ്യത്തിൽ ഒരു അർത്ഥമില്ല. കാരണം പല ഇതാണ്. ഒന്ന്, ആണവ യുദ്ധത്തിന്റെ സാധ്യത നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും. രണ്ടുപേരും ആണവ ശക്തികളായാൽ പിന്നെ യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ ബാലൻസ് ഇല്ല. കാരണം പിന്നത്തെ യുദ്ധത്തിലെ ബാലൻസ് ഇത് ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയും. ആദ്യം ആരാക്രമിക്കുന്നു എന്നുള്ളത്. ലോകത്ത് തന്നെ എല്ലാവരും ആദ്യം ആക്രമിക്കില്ല എന്ന് കരാർ ഒപ്പിട്ടവരാണ്. ഞങ്ങൾ ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇറാനായാലും ഇസ്രായേലായുള്ള പ്രശ്നം, രണ്ടുപേരും സ്വയം ആണവായുധ ശക്തികളാണ് ഇതുവരെ പ്രഖ്യാപിക്കാത്തവരാ. ഇന്ത്യ അടക്കമുള്ളവരൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ലോകത്തിന് മുഴുവൻ അറിയാം ഇവർ രണ്ട് കയ്യിൽ ആണവായുധമുണ്ട്. ആണവായുധം ഉണ്ടെന്ന് മാത്രമല്ല, ഇവർ രണ്ടുപേരും ജിയോഗ്രാഫിക്കലി വളരെ ദൂരെയുള്ള രാജ്യങ്ങളാണ്. അപ്പൊ നേരിട്ട് സൈന്യം ചെന്ന് യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ വിമാനം വഴി പോലും യുദ്ധം എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ മിസൈലുകളൊക്കെയാണ് പിന്നെ അതിൽ ഉപയോഗിക്കുക. അപ്പോൾ ഒരു ഗതി കെട്ടാൽ ഏതെങ്കിലും ഒരു രാജ്യം ആണവായുധം ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ അത് ലോകത്തിന്റെ അവസാനം. കാരണം ഒരാൾ ഉപയോഗിച്ചാൽ മറ്റേ ആൾ ഉപയോഗിക്കും. ഈ ആണവായുധത്തിന്റെ ഗുണം, ആണവായുധം ഒരിക്കലും ഡിഫൻസിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള, ഡിറ്ററൻസിനെ ഉപയോഗിക്കാം. ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ എന്നെ അടിച്ചാൽ ഞാൻ അടിക്കും എന്ന് പറയുന്ന ആ ഒരു ശക്തി മാത്രമേ ആണവായുധത്തിനുള്ളൂ. കാരണം ഒരിക്കൽ അങ്ങോട്ട് ഉപയോഗിച്ചാൽ പിന്നെ അങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഉദാഹരണത്തിന് ഇറാനെതിരെ ഇസ്രായേൽ ഉപയോഗിക്കുന്നു. ടെല്ലവീവിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് ഒരു സാധനം അവിടെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ പോയി വീഴുന്നു, ഒരു 5 ലക്ഷം ആൾ മരിക്കുന്നു. ഇറാൻ ആകെ ചെയ്യാവുന്നത് ഇറാനിന് അടുത്തൊരു സാധനം അയച്ചിട്ട് 10 ലക്ഷം പുറത്ത് കൊല്ലുക എന്നുള്ളതാണ്, ക്രിക്കറ്റ് സ്കോർ പോലെ. പക്ഷെ ഈ മരിച്ച 5 ലക്ഷത്തെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇത് മരിച്ച ആളുകളുടെ എണ്ണം മാത്രമല്ല ആണവായുധത്തിൽ, അത് ടൈം ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള മറ്റേതൊക്കെ ബോംബ് വീണ് അപ്പം മരിക്കണവരേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഒരുപക്ഷെ 50 വർഷത്തേക്കോ 100 വർഷത്തേക്കോ ഇപ്പോഴും ഹിരോഷിമയിൽ 45 ലിട്ട ബോംബിന്റെ സ്ഥിതി ഇപ്പോൾ ഏതാണ്ട് 80 കൊല്ലം കഴിയുമ്പോഴും ഹിരോഷിമയിലുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതം സാധ്യമല്ലാത്ത തരത്തിൽ ഒരു പ്രദേശം അങ്ങ് ഇല്ലാതായിപ്പോ. അപ്പൊ എന്ന് പറഞ്ഞാൽ കാലവും സ്ഥലവും അപ്പുറം, ആ വീണ സ്ഥലം മാത്രമല്ല അതിൽ നിന്ന് വളരെ ദൂരേക്ക് ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആണവ അപകടം ഉണ്ടായ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആണവ അപകടം നമ്മൾ അമേരിക്കയിലാണെങ്കിലും ഇവിടെ യുക്രൈനിലാണ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആണവായുധം പ്രയോഗം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവസാനത്തെയാണ്. എന്ന് വെച്ചാൽ മനുഷ്യരാശിയുടെ അവസാനത്തെ വേണമെങ്കിൽ പറയാൻ വേണ്ടി. അതുകൊണ്ട് അതുണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കണക്കാക്കുന്നത് സൈനിക ശക്തിയിൽ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും താരതമ്യം, ഒന്നാമത് അതിന്റെ റെക്കോർഡ്സ് ഒന്നുമില്ല. എണ്ണത്തിൽ ഒരുപക്ഷെ ഇറാൻ ആളുകളായിരിക്കും കൂടുതൽ, മറ്റ് സാങ്കേതിക വിദ്യയിൽ ഒരുപക്ഷെ ഇസ്രായേലായിരിക്കും മുന്നിൽ. ഇതൊക്കെ അപ്രസക്തമാണ് ആണവ യുദ്ധം എന്ന യാഥാർത്ഥ്യത്തിൽ. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസന് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.